സിമ്പിൾ ഡിപ്പി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഫ്രൂട്ട്സ് കൊണ്ട് രണ്ട് തരം വിഭവം ഉണ്ടാക്കാം. ആദ്യം ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കാം. ആദ്യം 2 ഗ്ലാസ് പാലെടുത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കാം. 2 ടീസ്പൂൺ കസ്റ്റേർഡ് പൗഡർ 1/2 കപ്പ് പാലിലിളക്കി മാറ്റി വയ്ക്കാം. ഞാനിവിടെ എടുത്തത് സ്ട്രോബെറി കസ്റ്റേർഡ് പൗഡറാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കസ്റ്റേർഡ് പൗഡർ വാങ്ങി ഉപയോഗിക്കാം. പാല് നല്ലതുപോലെ തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഇളക്കിയ കസ്റ്റേർഡ് പൗഡർ ഒഴിച്ചു കൊടുത്ത് കൈയെടുക്കാതെ ഇളക്കിയെടുക്കണം. കസ്റ്റേർഡ് പൗഡർ ഒഴിക്കുമ്പോൾ തന്നെ കൈയെടുക്കാതെ ഇളക്കിയെടുക്കണം, അല്ലെങ്കിൽ കട്ടയായി അടിയിൽ പിടിക്കും. ഇനി ഇതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. മധുരം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഈ രീതിയിൽ കുറുകി വന്നാൽ മതി. തണുക്കുമ്പോൾ ഒന്നുകൂടി കട്ടിയാകും. നല്ലതുപോലെ തണുത്ത ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് മുറിച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ഇതിലിട്ടത് ആദ്യം ആപ്പിൾ മുറിച്ചതാണ്, പിന്നെ പോമോഗ്രാനൈറ്റ്, പിന്നെ ഇട്ടത് ഗ്രേപ്സ് മുറിച്ചതാണ്. ഏത് തരം ഫ്രൂട്ട്സ് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. പിന്നെ ഇതിലേക്ക് നട്ട്സ് പൊടിച്ചതും ഇട്ട് കൊടുക്കാം. അതും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ചിലർക്ക് നട്ട്സ് പൊടിച്ചത് കടിക്കുന്നത് ഇഷ്ടമാവില്ല. അങ്ങനെയാണെങ്കിൽ ഇടേണ്ട ആവശ്യമില്ല. ഇത് വീട്ടിൽ ഒരു ഗസ്റ്റ് വന്നാൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മധുരമാണ്. ഇത് ഉണ്ടാക്കാൻ എളുപ്പവും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതും കൂടിയാണ്.
ഇനി രണ്ടാമത്തെ വിഭവമായ ഫ്രൂട്ട് ചാട്ട് ഉണ്ടാക്കാം. ആദ്യം ഒരു ചെറിയ പൊമോഗ്രാനൈറ്റ് എടുത്ത് പൊളിച്ചു വയ്ക്കാം. പിന്നെ വേണ്ടത് ഓറഞ്ച് കുരു കളഞ്ഞ് വെച്ചതാണ്. പിന്നെ ഞാനെടുത്തത് ആപ്പിൾ തോല് കളഞ്ഞ് മുറിച്ച് വെച്ചതാണ്. ഇത് കുരുവില്ലാത്ത കറുത്ത മുന്തിരിയാണ്. കുരുവില്ലാത്ത പച്ച മുന്തിരി കൂടി എടുത്തിട്ടുണ്ട്. ഇനി പകുതി പുളിനാരങ്ങ നീര് കൂടി വേണം. ഇവയെല്ലാം നമുക്ക് ഒരു പാത്രത്തിലിട്ട് സെറ്റ് ചെയ്തെടുക്കാം. ഇതും നമുക്ക് ഇഷ്ടമുള്ള ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും എടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചാട്ട് മസാല ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇടാം. ഇനി ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പിട്ട് കൊടുക്കാം. പകുതി പുളിനാരങ്ങ പിഴിഞ്ഞൊഴിക്കാം. ഇനി എല്ലാം കൂടി ഒന്ന് ഇളക്കിയെടുക്കാം. ഇത് നമ്മൾ സാധാരണ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഇങ്ങനെ ഉണ്ടാക്കി കഴിച്ചാൽ നല്ലതാണ്. ഇനി ഇതിലേക്ക് കുറച്ച് പുതിന ഇല കൂടി മുറിച്ചിടാം. ഇത് ഇങ്ങനെ
ഇങ്ങനെ ദിവസവും ഉണ്ടാക്കി കഴിച്ചാൽ ചോറ് പോലുള്ള ഭക്ഷണം കൂടുതലായി കഴിക്കേണ്ടി വരില്ല. ആരോഗ്യത്തിന് വളരെയധികം ഗുണം ചെയ്യും. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇടുന്ന പുതിയ വീഡിയോകൾ കാണാൻ ബെൽ ഐക്കൺ അമർത്തുക. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക.